ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. ബൈബിൾ ക്രൗൺ 2020 ദൈവവചനത്തിന്റെ നാനാതലങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന ബൈബിൾ ക്രൗൺ 2020 പ്രേക്ഷകരെ ദൈവാനുഭവങ്ങളാൽ പ്രശോഭിതമാക്കട്ടെ. ഡോക്ടർ ലെനോഡ് ഈശോ, ഡോക്ടർ എലിസബത്ത് ലെനോഡ്, ജോഷ്, ജോയൻ, ജോസ്ലിൻ ആൻഡ് ജോയാക്കിം. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്പിതാവിൻ ദൈവമേ, ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന സ്തോത്രം. ഇതിൽ മത്സരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സഹായിക്കണം. അനേകായിരങ്ങൾക്ക് അവിടുത്തെ വചനത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ളൊരു മുഖാന്തരമായിട്ട് ഇതിനെ തീർക്കണം. യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടുവാനും വാഴ്ത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും ഇതിലൂടെ സഹായിക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലായിക്കൊണ്ട് സൂക്ഷ്മമായിപ്പാൻ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും ഈ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യും. ബൈബിൾ ക്രൗൺ 2020 ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ഇത്ര വിപുലമായ തലത്തിൽ നടത്തുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ആനുകാലിക പ്രസക്തങ്ങളായ ഒരുപാട് വിഷയങ്ങളുള്ളപ്പോൾ അനേകം ചാനലുകൾ മറ്റനേകങ്ങളായ റിയാലിറ്റി ഷോകൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഇത്രയധികം പണം ചെലവഴിച്ച് ഇത്ര വിശാലമായ രീതിയിൽ ഒരു ബൈബിൾ ക്വിസ് നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുള്ളവർ ഏറെയാണ്. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ എന്ന് പറയുന്നത് വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷയാണ്. ആ പേര് അർത്ഥമാക്കുന്നത് പോലെ വചനം ലോകത്തിന് നൽകുവാനുള്ള വലിയ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷ പ്രവർത്തിക്കുന്നത്. 1985 വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ ഒരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയായിട്ട് രൂപം കൊണ്ടതാണ്. സൗഖ്യദായക ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പുതിയ ജീവിതവും അനുഭവം കെട്ടിപ്പടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വ്യക്തികളെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയായിട്ടാണ് ഇത് ആരംഭിച്ചത്. പക്ഷെ കാലം മുൻപോട്ട് പോയപ്പോൾ ഇത് സാധ്യമാകണമെങ്കിൽ ദൈവവചനം അവരുടെ അടിസ്ഥാനമായി തീരണം. ദൈവവചനമില്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനോ വളരുവാനോ കഴിയുകയില്ല എന്ന ബോധ്യമുണ്ടായതോടെയാണ് ബൈബിൾ പരിഭാഷ കൂടി വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായിട്ട് മാറിയത്. അന്ന് പരിമിതികളേറെയായിരുന്നെങ്കിലും വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന പേരിൽ 2000 ആണ്ടിൽ ആധുനിക മലയാള പരിഭാഷയായ വിശുദ്ധ സത്യവേദ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 14 വർഷത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഏതാണ്ട് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഭാഷാ ശൈലികളെ നവീകരിച്ചുകൊണ്ട് ആശയത്തിന് അല്പം പോലും മാറ്റം വരുത്താതെ എന്ന് ഞാൻ പറയുമ്പോൾ
വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്തുവാൻ ആശയങ്ങൾക്ക് ഇടയാകാതെ ആധുനിക മലയാള ഭാഷയുടെ പുരോഗതിക്കൊത്തവണ്ണം വിശുദ്ധ സത്യവേദ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതൊരു യൂസർ ഫ്രണ്ട്ലി ബൈബിളാണ്. പല നൂതന സവിശേഷതകളും ഭാരതത്തിലെ മറ്റു യാതൊരു ബൈബിൾ പരിഭാഷകൾക്കുമില്ലാത്ത അതിനൂതനമായ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബലഹീനനായ ഞാൻ അതിൻ്റെ പരിഭാഷ പൂർത്തീകരിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരൻ്റെ സെമിനാരിയാണ്. തിരുവചനത്തിലെ ഏതൊരു ഭാഗവും കണ്ടുപിടിക്കുവാൻ ഞൊടിയിടയിൽ നമുക്ക് വിശുദ്ധ സത്യവേദ പുസ്തകം ഉപയോഗിക്കുമ്പോൾ സാധിക്കും. ഉദാഹരണമായി യോസഫ് എന്ന് പറയുമ്പോൾ നാം അതിനെ കണ്ടുപിടിക്കുവാനായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പരതേണ്ടി വരും. എന്നാൽ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ ആ സൂചികയിൽ നോക്കിയാൽ കൃത്യമായി ഞൊടിയിട കൊണ്ട് യോസഫ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും. അതുപോലെ ഏതൊരു വിഷയവും ഞൊടിയിട കൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയും. തിരുവചനത്തിലുള്ള അധ്യായങ്ങളെയാണ് 2000 വേർതിരിച്ച് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള തലക്കെട്ട് നൽകിക്കൊണ്ട് ഏറ്റവും എളുപ്പം ഏതൊരു വായനക്കാരനും ഏതൊരു വിഷയവും കണ്ടുപിടിക്കാനുള്ള സവിശേഷത വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ മുഖമുദ്രയാണ്. പിന്നീട് അതിലുള്ള അനേക സവിശേഷതകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ആദിപിതാക്കന്മാരുടെ പ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വിശുദ്ധ സത്യവേദ പുസ്തകം തുറന്നു നോക്കുമ്പോൾ ആദി മാതാപിതാക്കന്മാരുടെ പ്രായം എന്തെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആദി പിതാക്കന്മാരുടെ ആയുഷ്കാലം. അങ്ങനെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ലളിതമായിട്ട് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന 20 സവിശേഷതകളാണ് ഈ തിരുവചനത്തിലുള്ളത്. കൂടാതെ ആത്മീയ ദർശനം, നാം വായിച്ചു പോകുന്ന അധ്യായങ്ങളുടേതായിട്ടുള്ള ആത്മീകമായ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സംവിധാനം. പ്രസംഗിക്കുവാൻ ഉപയോഗിക്കാം, ധ്യാനിക്കുവാൻ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ചിന്തിക്കുവാൻ, നാം നേരിടുന്ന പ്രയാസ പ്രതിസന്ധികളിൽ വഴികാട്ടിയായിട്ടും ആത്മീയ ദർശനത്തിന് പ്രവർത്തിക്കണം. അങ്ങനെ 116 ആത്മീയ ദർശനങ്ങൾ വിശുദ്ധ സത്യവേദപുസ്തകത്തിലുണ്ട്. കൂടാതെ വിജ്ഞാനവീഥി, നാം നിസ്സാരങ്ങളെന്ന് കരുതി തള്ളിക്കളയുന്ന വിഷയങ്ങൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന കാര്യങ്ങൾ ഒക്കെ വിശദമായിട്ട് വിജ്ഞാനവീഥിയിലുണ്ട്. ഉദാഹരണമായി ഈസോപ്പ് എന്ന പദം നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ലക്സോപ്പാണോ പിയേഴ്സോപ്പാണോ എന്ന് ചിലപ്പോൾ ചിലർ സംശയിച്ചു പോകാറുണ്ട്. എന്നാൽ ഈസോപ്പ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, ഒരുപക്ഷെ മത്സരത്തിൽ ആ ചോദ്യം വന്നാൽ. അതുകൊണ്ട് ഈസോപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ജസ്റ്റ് വിജ്ഞാനവീഥിയിൽ അനേകമായിട്ടുള്ള അപ്രകാരം വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അത് കൈകാര്യം ചെയ്യും. താരതമ്യ പഠനങ്ങൾ, ഏലിയാവ് ഏലീശ, എന്താണ് വ്യത്യസ്തതകൾ, പത്രോസ് പൗലോസ്, അവർ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എങ്ങനെ, വിളിച്ച വിളി എങ്ങനെ, പ്രവർത്തിച്ചത് എവിടെ, അങ്ങനെ താരതമ്യ പഠനങ്ങൾ തുടങ്ങിയ അനേക സവിശേഷതകളുള്ള വിശുദ്ധ സത്യവേദ പുസ്തകം ദൈവവചനം മനുഷ്യരിലേക്ക് ലളിതമായിട്ട് എത്തിച്ചേരുവാനുള്ള, അവരുടെ മനസ്സുകളിലേക്ക് എത്തിച്ചേരും. വേദപുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷേ അത് വായിക്കുമ്പോൾ അത് അവരുടെ മനസ്സുകളിൽ അലിഞ്ഞു ചേർന്ന് എന്ന് നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ സത്യവേദ പുസ്തകത്തിലൂടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അക്രൈസ്തവരുടെ ഇടയിൽ വിശുദ്ധ സത്യവേദ പുസ്തകമായിട്ട് പോകുമ്പോൾ അതിൽ 16 വർണ്ണചിത്രങ്ങളുണ്ട്. ഇതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും കെട്ടുകഥകളല്ല.
യേശു ജനിച്ച സ്ഥലത്തിൻ്റെ ചിത്രം എവിടെയുണ്ട്? യേശു 40 ദിവസം ഉപവസിച്ച ക്വാറണ്ടൽ മലനിരകളുടെ ചിത്രമുണ്ട്. യേശു ഇരുന്ന് ഉപവസിച്ച കല്ലിൻ്റെ ചിത്രമുണ്ട്. ബെഥസ്ദ കുളത്തിൻ്റെ ചിത്രമുണ്ട്. ശീലോഹാം കുളത്തിൻ്റെ ചിത്രമുണ്ട്. അങ്ങനെ സിനഗോഗിൻ്റെ ചിത്രമുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ ശവകുടീരത്തിൻ്റെ ചിത്രമുണ്ട്. അപ്പോൾ ഈ തിരുവചനത്തിൽ നാം വായിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇന്നും യാഥാർത്ഥ്യമായിട്ട് ചരിത്രത്തിൽ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് കൂടിയാണ് വിശുദ്ധ സത്യവേദ പുസ്തകം. ഞാൻ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി പറയുകയല്ല. ദൈവവചനം ആധികാരികമായി ലളിതമായി മനുഷ്യ മനസ്സുകളിലേക്ക് ഇഴുകിച്ചേരുവാൻ തക്കതിനുവണ്ണം പരിശുദ്ധാത്മാവ് അതിലളിതമായി പ്രതിപാദിച്ചിരിക്കുന്ന ഏറ്റവും ആധുനികമായ മലയാള പരിഭാഷയാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല വേദപുസ്തകത്തിൽ അനേക സവിശേഷതകൾ, യേശുക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണുവാനായിട്ട് കഴിയും. ഉപശീർഷക സൂചികയിലൂടെ ഏത് വിഷയവും ഉടനടി കണ്ടുപിടിക്കുവാൻ കഴിയും. ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. മറിയ എന്ന് പറയുമ്പോൾ മഗ്ദലക്കാരത്തി മറിയാണോ, യേശുവിൻ്റെ അമ്മ മറിയാണോ എന്നുള്ള സംശയങ്ങളൊന്നും വേണ്ട. ഉപശീർഷക സൂചികയിലൂടെ പോയാൽ ഉടനടി കണ്ടുപിടിക്കുവാൻ കഴിയും. അങ്ങനെ ദൈവവചനത്തിൻ്റെ പഠനത്തിനും ധ്യാനത്തിനും ഉപയുക്തമാക്കുന്ന വിശുദ്ധ സത്യവേദ പുസ്തകമാണ് വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസ് മലയാള ഭാഷയ്ക്ക് നൽകിയിരിക്കുന്ന അമൂല്യമായ സംഭാവന. അത് നൽകിയിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ പ്രചാരത്തിനുമാണ്. അപ്പോൾ ഈ ശുശ്രൂഷ ഏറ്റവും അധികം പരിശ്രമിക്കുന്നതും അതിനാണ്. അതുകൊണ്ട് അവസാനിച്ചില്ല. വിശുദ്ധ സത്യവേദ പുസ്തകത്തോടൊപ്പം തന്നെ ബലേനായ ഞാൻ 10 ഗോത്രങ്ങൾക്ക് അവരുടെ ഗോത്രഭാഷയിൽ തിരുവചനം നൽകിയിട്ടുണ്ട്. നാളിതുവരെ ലിപികളില്ലാത്ത, ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കാത്ത, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്കുപോലും കേട്ടുകയും അറിയുകയോ ചെയ്യാത്ത ഭാരതത്തിലെ 10 ഗോത്രങ്ങൾക്ക് ആദ്യമായി അവരുടെ ഹൃദയഭാഷയിൽ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ദൈവം മനുഷ്യനായ കഥയെന്നാണ് നമ്മൾ ആ പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഗോസ്പൽസ്. അപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അനേക വിശ്വാസികൾ, ആ കൊച്ചു സമൂഹത്തിൽ വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളുടെ വളർച്ചയ്ക്ക് വേണ്ടി സൗജന്യമായിട്ടാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ 10 ഗോത്രഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള ഭാഷ ഇംഗ്ലീഷിൽ ദ ക്രിസ്ത്യൻ വോക്ക് ബൈബിൾ എന്ന് പറയുന്ന കിങ് ജെയിംസ് വേർഷനെ ആസ്പദമാക്കിയിട്ടുള്ള ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനങ്ങളടങ്ങുന്ന സ്റ്റഡി ബൈബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഈ ദൈവവചനത്തിൻ്റെ പ്രചരണാർത്ഥം അമേരിക്കയിലെ ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ആധുനിക ഇംഗ്ലീഷ് പരിഭാഷ, സിമ്പിൾ ഇംഗ്ലീഷ് വെർഷൻ എന്ന പേരിൽ പുതിയ നിയമം പ്രസിദ്ധീകരിച്ചു. അത് ഇപ്പോൾ അമേരിക്കൻ ജയിലുകളിൽ സൗജന്യമായിട്ട് വിതരണം ചെയ്യുകയാണ്. അതിൽ ലളിതമായി റീഡിംഗ് ഗ്രേഡ് ലെവൽ 2 എന്ന നിലവാരത്തിൽ ഏറ്റവും ലളിതമായി അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ജയിലിൽ പുറത്തുള്ളവർക്കും അത് വായിച്ചാൽ നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് അതൊരു പൊതു പ്രസിദ്ധീകരണമായിട്ട് രൂപം നൽകുകയാണ്. സിമ്പിൾ ഇംഗ്ലീഷ് വെർഷൻ, പുതിയ നിയമം. അപ്പോഴങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനും ദൈവവചനത്തിൻ്റേതായിട്ടുള്ള പ്രചരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഈ വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ദൈവവചനത്തെ ജനപദങ്ങളിൽ എത്തിക്കുവാൻ തക്കതിനൊന്നും ക്രമീകരിച്ചിരിക്കുന്ന റിയാലിറ്റി ഷോ ആണ് ബൈബിൾ ക്രൗൺ 2020. ടെലിവിഷന് ഒരു പ്രത്യേകതയുണ്ട്. ആര് എവിടെ എപ്പോൾ എങ്ങനെ കാണുന്നുവെന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. അപ്പോൾ ഈ ദൈവവചനം അതിനെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന ഈ
ബൈബിൾ പ്രശ്നോത്തരി അനേകർക്ക് ദൈവവചനത്തിലേക്ക് വെളിച്ചം വീശുവാനുള്ള മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സ്കോർ കീപ്പേഴ്സായിട്ടിരിക്കുന്നത് മിസ്സസ് രാജീവ് വർഗീസ്, മിസ്സസ് ലീന തോമസ്. മിസ്സസ് രാജീവ് വർഗീസ് എൻ്റെ സഹധർമ്മിണിയാണ്, എൻ്റെ കൂട്ടുവേലക്കാരിയാണ്, വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ വൈസ് പ്രസിഡൻറ്റും മ്യൂസിയം ഓഫ് ദ ബൈബിൾ തീം പാർക്കിൻ്റെ കോ ഫൗണ്ടറുമാണ്. എന്നോടൊപ്പം എൻ്റെ ആത്മീയ യാത്രയിൽ കൂട്ടായി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട രാജിയെ ഈ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മിസ്സസ് ലീന തോമസ് വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൽ വളർന്ന വ്യക്തിയാണ്. കാരണം 1985 ആദ്യമായി മാർച്ച് 29 ഞാൻ വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിന് രൂപം നൽകിയപ്പോൾ അതിൽ 3 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാനും രാജ്യവും കൂടാതെ 3 കുടുംബങ്ങൾ. അതിലൊരു കുടുംബം പ്രിയപ്പെട്ട ലീനയുടെ മാതാപിതാക്കന്മാരായിരുന്നു. മിസ്റ്റർ തോമസ് വർഗീസ്, പരേതയായ മെർസി തോമസ്. അപ്പോൾ അങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യത്തിൽ ഈ ശുശ്രൂഷ വളർന്ന ലീനയും കുടുംബവും ഈ ശുശ്രൂഷയിൽ വളരെ സജീവമായി ബലഹീന എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. ഈ ബൈബിൾ ക്രൗൺ 2020-ൻ്റേതായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്നെ സഹായിക്കുവാനായിട്ട് ദുബൈയിൽ നിന്നും എത്തിയിരിക്കുന്നു. ഞാൻ ഈ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഇന്നത്തെ മത്സരാർത്ഥികളാണ് മിസ്റ്റർ ഗോഡ്വിൻ ലാൽ, ബിജേഷ് ബെന്നി, പ്യൂല ജെയ്സൺ. ഗോഡ്വിൻ ലാൽ എന്ത് ചെയ്യുന്നു? BD പഠിച്ചുകൊണ്ടിരിക്കുന്നു. BD? ഓ, അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് എവിടെയാണ് പഠിക്കുന്നത്? ഏത്? കൊട്ടാരക്കര കേരള തിയോളജിക്കൽ സെമിനാരി. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ബൈബിളിനെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യം ഉണ്ടാകും. BD പഠിക്കുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനാണോ? അതെ, എൻ്റെ പിതാവ് ഞങ്ങൾ തമിഴ്നാട്ടിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ എവിടെയാണ്? തെങ്കാശി. തമിഴ് നല്ല தெரியுமா? தெரியும். பேச முடியுமா? பேச முடியும். தமிழ்ல ഞാൻ കേൾക്ക വേണമാ? കേട്ടാ ഞാൻ ചൊല്ലിരുவேன். വേണം. ஆனால் இந்த ஆளு இது പ്രേക്ഷകർക്ക് പുരിയാതെ. മലയാളീസ് தான் ഇത് പാക്കും. ഓക്കേ. അതെ, അതുകൊണ്ട് മലയാളത്തിൽ തന്നെ തുടരാം. തമിഴ്നാട്ടിൽ തെങ്കാശി. തെങ്കാശി എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവകാശിക്ക് അടുത്താണ്. അല്ല, കുറ്റാലം കഴിഞ്ഞ്. യാ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ. കാശി എന്നുള്ള വാക്ക് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഓക്കേ. റൈറ്റ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, ബിജേഷ് എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. റൈറ്റ്. ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. വല്ലപ്പോഴും ഒരിക്കലാണോ? അല്ല, എല്ലാ ദിവസവും വായിക്കും. വെരി ഗുഡ്. സോ യു ആർ പ്രിപ്പയർഡ്? നോ, ഡോണ്ട് ബി നെർവസ്. എന്താണ് ബിടെക്കിന്റെ സബ്ജക്റ്റ്? മെക്കാനിക്കൽ. സോ ലെറ്റ് us see the mechanics here. All right. Yes, Beulah Jason. BD പഠിക്കുന്നു. MBA. BD. Oh, BD. Oh, you are also BD. Yeah. Bachelor of Divinity. അല്ലേ? നിങ്ങളുടെ BDയുടെ ഡിഗ്രി എവിടെയാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആണോ? സരാംപൂർ ആണ്. ദാറ്റ്സ് സ്റ്റിൽ ഗുഡ്. യെസ്. സരാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആരാണെന്ന് അറിയാമോ? മാർക്കില്ല ചോദ്യമാണ്. DL മോഡി അല്ല, വില്യം കേരി എന്നൊരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു BSN ആണ്. BSN ആണ്. റീസെൻ്റ്ലി ജോയിൻഡ് ആണ്. അതുകൊണ്ട് കോളേജിനെ കുറിച്ച് അറിയാതിരിക്കാനൊരു കാരണമല്ല. ഓക്കെ. നേഴ്സിങ്ങിൻ്റേതായിട്ടുള്ള തലത്തിലൊരു ചോദ്യം ചോദിക്കാം. നേഴ്സിംഗിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു വനിതയുടെ പേര് പറഞ്ഞിട്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. വെരി ഗുഡ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ദാറ്റ്സ് ഗുഡ്. ഇനി BDയിലും അതിലേക്ക് വരണം കേട്ടോ. അതുപോലെ വില്യം കേരിയാണ് സരാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. അദ്ദേഹം അന്ന് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചില്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് വലുതായത്. ഓൾറൈറ്റ്. വില്യം കേരി ആരാണെന്ന് അറിയാമോ മിസ്റ്റർ ഗോഡ്വിൻ ലാൽ? He is a missionary. He was a missionary. I know that he is a missionary. That's why he started it. What was his background?
As a cobbler, He was a cobbler. ഒരു ചെരുപ്പൂത്തിയായിരുന്നു. Yes. and he just migrated from, I think, Germany or England. Germany is a very near place. He came from England. England, yeah. Yes. ഇംഗ്ലണ്ടിലെ ഒരു ചെരുപ്പൂത്തിയായിരുന്നു. ഭാരതത്തിലെ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ബാപ്റ്റിസ്റ്റ് മിഷണറിമാരുടെ പ്രസംഗം കേട്ട് ചെരുപ്പൂത്തിയായിരുന്ന വില്യം കേരി, പഠിപ്പില്ലായിരുന്ന വില്യം കേരി, അദ്ദേഹം പഠിച്ചു. ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് അന്നത്തെ ഹൈസ്കൂളാണ്. അത് പാസ്സായ ശേഷം കൽക്കട്ടയിൽ വരികയാണുണ്ടായത്, സെറാംപൂറിൽ. യെസ്, ബൈല ഒരു ചോദ്യം കൂടി ചോദിക്കും. അല്ലെങ്കിൽ ബിജേഷ്, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വില്യം കറി അതോ കേരി? വില്യം കേരി. ആ, ചിലപ്പോൾ ചില മത്സരത്തിൽ ഞാൻ ചോദിക്കാൻ പറയും വില്യം കറിയാണ്. ഇല്ല, സോ ഇറ്റ് ഈസ് വില്യം കേരി. എത്ര ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്? എനി ടെൽ മീ. ഏകദേശം 10ഓളം ഭാഷ. 10ഓളം ഭാഷ ഇരുന്ന 30 എണ്ണം ബിജേഷ് വിജയികൾ. ഇദ്ദേഹത്തിന് വിരോധം വല്ലതും ഉണ്ടോ? ഇല്ല. ഏത് സഭയിലാണ് ബിജേഷ് പ്രവർത്തിക്കുന്നത്? മാർത്തോമ. പക്ഷെ മാർത്തോമാക്കാർ വില്യം കേരി ഇഷ്ടമാണല്ലോ. സോ 40 ഓറിയൻ്റൽ ലാംഗ്വേജസ്, റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയാണോ ബേല? നേഴ്സിംഗ് പരമായിട്ട് അത്ര ആയിട്ടില്ലല്ലേ? സോ ഗോഡ് വില്ലാണ് മറുപടി പറയേണ്ടത്. ആം ഐ റൈറ്റ്? അപ്പോൾ താങ്കളുടെ പിതാവ് പാസ്റ്ററാണോ? ആ, അപ്പം കുറച്ച് കൂടുതൽ എനിക്ക് ചോദിക്കാമല്ലോ. റൈറ്റ്. അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ ആദ്യത്തെ ബൈബിള് ഏത് ഭാഷയിലാണെന്നറിയാമോ? ബംഗാളി. സംസ്കൃതം പണ്ഡിറ്റാണ് അദ്ദേഹത്തെ അഭ്യസിപ്പിച്ചത്. അദ്ദേഹത്തിന് നിമിത്തമുണ്ടായ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകുന്നത് പ്രേക്ഷകർക്കും മഹാനായ വില്യം കേരിയെക്കുറിച്ച് മനസ്സിലാക്കുവാനാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ നിരയിൽ വരുന്ന ഏറ്റവും താഴ്ന്ന ഒരു വ്യക്തിയാണ്. കാരണം 10 ഗോത്ര ബൈബിളുകളും 3 ആഗോള ഭാഷയുള്ള ബൈബിളും ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാനായ വില്യം കേരിയുടെ ഇങ്ങേയറ്റത്തുള്ള ഒരു പൊടിയാണ്. അത് കൊണ്ടാണ് കൂടുതലായിട്ട് താങ്കളോട് ചോദിക്കുന്നത്. റൈറ്റ്. So there we go. I think now we should go in for the structure of this competition, right? Bible Crown 2020. ഇതിൻ്റെ പ്രാഥമിക ലെവലാണ് ഏതൻ ലെവൽ. The first level, that's it, ഏഡൻ ലെവൽ. ഏഡൻ ലെവലിലെ ഈ എപ്പിസോഡിൽ 4 റൗണ്ടുകളാണുള്ളത്. ഫസ്റ്റ് ഈസ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. ഓരോരുത്തരും മറുപടി നൽകണം. സെക്കൻഡ് എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. തേർഡ് എന്ന് പറയുന്നത് ചൂസ് ആൻഡ് ആൻസർ റൗണ്ട്. നിങ്ങൾക്ക് തന്നെ ചോദ്യങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാം, അതിന് മറുപടി നൽകാം. ഫൈനലായിട്ടുള്ളത് ബൈബിൾ ബമ്പർ റൗണ്ട്. ബൈബിളിൽ 2 ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമായിട്ട് 20 മാർക്കുണ്ട്. പക്ഷേ അതൊരു പൊതുചോദ്യമാണ്. ബസർ അമർത്തണം, റൈറ്റ്? ആദ്യം ബസർ അമർത്തുന്നവർക്കായിരിക്കും ചാൻസ് ലഭിക്കുക. ഉത്തരം അറിയാമെങ്കിലും ബസർ കൃത്യമായിട്ട് വേഗത്തിൽ അമർത്തുന്നില്ല എങ്കിൽ ലൈറ്റ് പ്രകാശിക്കുക. അതുകൊണ്ട് ബസർ അമർത്തുന്നൊരു പ്രാക്ടീസ് തരാം, റൈറ്റ്? മറുപടി പറയാം. ഇപ്പം അറിയാമെങ്കിൽ ഉടൻ തന്നെ ബസർ അമർത്തുക. ഹാൻഡ്സ് ഓൺ യുവർ ബസേഴ്സ്. യെസ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതിയത് ആരാണ്? പറയണ്ട, മനസ്സിലായല്ലോ. നോ യു ഗോട്ട് ഇറ്റ്. ഗോഡ്വിനും ആൻസർ അറിയാമായിരുന്നു, പക്ഷേ പയ്യപ്പഴേ തിരുമുകയല്ല ഞെക്കണം, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. ഉത്തരം തെറ്റാണെങ്കിൽ -1 മാർക്ക്. ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ പാസ്, 1 മാർക്ക്. നഷ്ടവുമില്ല, ലാഭവുമില്ല. ക്ലൂ വേണം എന്ന് പറയുകയാണ്. ചില ചോദ്യങ്ങൾ ക്ലൂ നൽകുവാൻ കഴിയുകയില്ല. ക്ലൂ നൽകുവാൻ കഴിയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ 1 മാർക്ക് കുറയ്ക്കും, കാരണം ക്ലൂ പറഞ്ഞിരിക്കുന്നു. ബൈബിൾ ബമ്പറിൽ രണ്ടാമതൊരു സെക്ഷൻ കൂടിയുണ്ട്, റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ഇവിടെ നൽകുന്ന വേദഭാഗങ്ങൾ ഏറ്റവും പെട്ടെന്ന് വായിച്ച് അതിന് മറുപടി നൽകുന്നവർക്ക് 6 മാർക്ക് വീതമാണ്. അപ്പം അത് നമ്മുടേതായിട്ടുള്ള മറ്റ് യാതൊരു കാര്യവുമില്ല. ഓക്കെ, ബ്ലീപ്പില്ല, ബസറില്ല, ഒന്നുമില്ല. എടുക്കുക, വായിക്കുക. ഓൾറൈറ്റ്? ഞാൻ പറയുന്നത് വരെ ഈ ബെല്ല് കേൾക്കുന്നവരെ വായിച്ചുകൊണ്ടേ ഇരിക്കണം. ബൈബിൾ ബമ്പർ നിങ്ങൾ പ്രസ് ചെയ്യുകയും അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ തെറ്റായിട്ടുള്ള മറുപടി തന്നാൽ -1.5 മാർക്സാണ്. 1 മാർക്ക്
നിങ്ങൾ തെറ്റായിട്ട് മറുപടി പറഞ്ഞു. രണ്ടാമത്തേത് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റുള്ള 2 പേരുടെ ചാൻസ് നശിപ്പിച്ചതിനും അരമാർക്ക്. ഓൾറൈറ്റ്? അതുകൊണ്ട് ഉത്തരം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. റൈറ്റ്? എനിവേ ദാറ്റ് വോണ്ട് ഹാപ്പൻ. നിങ്ങളെല്ലാവരും തിയോളജി സ്റ്റുഡൻസും എഞ്ചിനീയേഴ്സൊക്കെയാണ്. അപ്പം യു ഷുഡ് നോട്ട് ഗോ റോങ്. ഓൾറൈറ്റ്, ഷാൽ വി ബിഗിൻ? ആർക്ക് ആരംഭിക്കണം? ലേഡീസ് ഫസ്റ്റ്. ബിയോലയാണോ അതോ ഗോഡ്വിനാണോ? ആണോ? നിങ്ങൾ 2 ക്ലാസ്മേറ്റ്സ് ആണോ? അത് ശരി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടൊരു പാരസ്പര്യം. അങ്ങോട്ട് തുടങ്ങാം, ഇങ്ങോട്ട് തുടങ്ങാം. ആരും നിങ്ങൾ 2 പേരും തന്നെ തീരുമാനിച്ചു. എനിക്കതിനകത്ത് ഇടപെടാൻ കഴിയത്തില്ല. പറഞ്ഞാട്ട്. All right. So we go to the Old Testament round. And here, Godwin Lal will start this episode, the first round, Old Testament round. All right? Yes. The first question. വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് എത്ര സങ്കീർത്തനങ്ങൾ എഴുതി? Around 80. 80 is a wrong answer. -1 for Godwin Lal. അടുത്ത ചാൻസ് ബേല ജയ്സറാണ്. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഒരു അഭിപ്രായമില്ല. യെസ് മിസ്റ്റർ ബിജേഷ്? പാസ്സാണ്. സോ -1 മാർക്ക് ഫോർ ഗോഡ്വിൻ ലാൽ. 73 സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി. ഒരു 7 സങ്കീർത്തനം കുറവ്. ഒരു 7 കൂട്ടിക്കൊടുത്ത് ദാവീദിനല്ലേ? ദാവീദിനുള്ള സ്നേഹം നിമിത്തം. റൈറ്റ്. ഇതിനൊരു രണ്ടാമത്തെ ഭാഗമുണ്ട്. സോ ഇത് another 4 mark question. It's 8 marks. ആദ്യ ഭാഗത്ത് -1 കിട്ടിയത്. അതിനെ നികത്താനായിട്ട് രണ്ടാമത്തെ ഭാഗത്തിന് കഴിയും. റൈറ്റ്? വിശുദ്ധ ബൈബിളിൽ ആസാഫ് എത്ര സങ്കീർത്തനങ്ങൾ എഴുതി? I don't want to know anything what you think. I want to know definitely what you say. 12. It is the right answer. എന്തിനാ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? അങ്ങേറ്റം വന്ന ഒരു -മാർക്ക് പോട്ടെ. കിട്ടിയാലൊരാന പോയാലൊരു. So, you get 4 marks for that. Right? Now the second question is for Bijesh. വളരെ ലളിതമായൊരു ചോദ്യമാണ്. മഹാപ്രളയത്തിന്റെ അന്ത്യത്തിൽ നോഹയുടെ പെട്ടകം ഉറച്ചത് എവിടെയായിരുന്നു? അരാരത്ത് പർവ്വതം. വളരെ ശരിയായ മറുപടിയാണ്. +4 marks for Bijesh. Okay. Second part. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് എന്തിനെയാണ് ആദ്യം നോഹ പുറത്തുവിട്ടത്? കാക്കയാണോ? മലങ്കാക്ക. അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്നത്തെ കാക്കയില്ല, അതിനെക്കാട്ട് വലിയ കാക്കയാണ് മലങ്കാക്ക. റൈറ്റ്? മാർക്ക് കൊടുക്കാമോ? ഷുവർ. ഗോഡ്വിൻ ലാൽ പറഞ്ഞ അനുസരിച്ച് കാക്കയും മലങ്കാക്കയും ഒന്നാണെന്നുള്ള ബോധ്യത്തിൽ തമിഴ് അറിയാവുന്നത് കൊണ്ട് തമിഴിലാണ് ആദ്യമേ ബൈബിൾ പരിഭാഷ നടന്നിട്ടുള്ളത്. ആണോ? യെസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തിൽ കാക്കയും മലങ്കാക്കയും ഒന്നാണെന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹത്തിന് +4. സോ യു ഗെറ്റ് ടോട്ടലി 8 marks. യെസ്, എഞ്ചിനീയർ ആയിട്ട് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഉണ്ട്. 8 marks. നൗ ബ്യൂല, ആരാണ് ദാവീദിൻ്റെ ആദ്യ ഭാര്യ? മീഖൽ. വളരെ ശരിയായ മറുപടിയാണ്. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്. +4 marks. റൈറ്റ്? മീഖലിനെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ തക്കതിന് വണ്ണം ശൗൽ എന്താണ് സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്? അഗ്രചർമ്മം. ഫെലിസ്ത്യരുടെ അഗ്രചർമ്മം. ഫെലിസ്ത്യരുടെ അഗ്രചർമ്മം. അത്ര മാത്രമുള്ള മറുപടി? ഭാഗ്യമായിട്ട് ശരിയാണ്. പക്ഷേ ഇതുവരെയുള്ള മറുപടിക്ക് 2 മാർക്കേ കിട്ടും. യെസ്, എനിബഡി എൽസ്? 40 പുരുഷന്മാരുടെ -1. So, have you got an answer, Bijesh? No. ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മം. Exactly. അവിടെ 60 ജയ്സൺ ഗോഡ്വിൻ കുറച്ച് കഴിഞ്ഞു. So, Bela gets 2 marks. Godwin Lal gets -1. And Bijesh gets, I have to give him full marks because there is only 2 marks. 2 marks. All right? 100 അഗ്രചർമ്മമാണ്.
അത്രയും വായിച്ചില്ലേ? റൈറ്റ്. ദാറ്റ് എൻഡ്സ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. സോ what are the positions after the Old Testament round? Godwin Lal 2, Godwin Lal gets 2 marks. Bijesh 10, Bijesh gets 10 marks. Beulah 6. Beulah 6. Good showing. Bible Count 2020. ആപത്തനർത്ഥങ്ങളിൻ നടുവിൽ ഏവരും തള്ളിയ നാളുകളിൽ തേടി വന്നെന്നെ കോരിയെടുത്ത ദൈവത്തിൻ സ്നേഹം അവർണ്യമേ. നന്ദിയോടെൻ ദൈവമേ അടിയൻ തിരുമുൻപിൽ കുമ്പിടുന്നേ. നന്ദിയോടെൻ ദൈവമേ അടിയൻ തിരുമുൻപിൽ കുമ്പിടുന്നേ. എന്നായുസിൽ ചെയ്യും നന്മകൾ വർണ്ണിപ്പാനെഴുതല്ലി സാധുവിന്. അതിവേദനയുടെ തീച്ചുളി തന്നെ മാറോടണച്ച് സൗഖ്യമാക്കിയ യേശുവിന്റെ സ്നേഹാർദ്രമായ സ്പർശനം വർണ്ണിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ഹൃദയസ്പർശിയായ അനുഭവഗീതങ്ങൾ. രോഗങ്ങൾ സൗഖ്യമാക്കും യഹോവയ്ക്കു ജയമേ. സാത്താനെ തോൽപ്പിച്ച എൻ ദൈവത്തിനു ജയമേ. എൻ വേദന യേശു സൗഖ്യദായകൻ. ജയം ജയമേ. സാത്താനെ തകർത്ത എൻ ദൈവത്തിനു ജയമേ. തന്നെ തകർക്കുവാനായി പ്രതിയോഗിയെ തകർത്ത യഹോവയാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ സ്തുതികൾ. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ കയ്യൊപ്പോടുകൂടിയ സിഗ്നേച്ചർ എഡിഷൻ സിഡികൾ. ദൈവത്തിൻ ജനമേ ധൈര്യമായി മുന്നേറിടാം. യഹോവയിൻ നാമം ഭൂതലത്തിൽ ഉയർത്തിടാം. യഹോവയിൻ നാമം ഭൂതലത്തിൽ ഉയർത്തിടാം. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. ആരാധനാം യഹോവയ്ക്ക് അത്യുന്നതനാം ദൈവത്തിന്. ആരാധനാം യഹോവയ്ക്ക് അത്യുന്നതനാം ദൈവത്തിന്. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. സീഡികൾ തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. സീഡികൾ തപാൽ മാർഗം ലഭിക്കേണ്ടതിന് ബന്ധപ്പെടുക. വേർഡ് ടു വേർഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555 047228344949. Bible Count 2020. Shall we go to the New Testament round? Sure. So I think this time you have to start with Beulah. ഇവിടെ ഗോഡിനെ പറ്റിയില്ല, സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. ഓൾറൈറ്റ്. വളരെ ലളിതമായ ചോദ്യമാണ്. വിശുദ്ധ മത്തായും വിശുദ്ധ ലൂക്കോസും യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നു. സമ്മതിച്ചോ? അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മത്തായിൽ ജീനിയോളജി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രം അബ്രഹാം ടു യേശു കംപ്ലീറ്റ്. എബ്രഹാം ടു യേശു അല്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ലൂക്കോസ് ബർത്ത് നറേറ്റീവ് ആണ്. യേശുവിൻ്റെ ബർത്ത് സെക്കറിയാവിൽ നിന്നാണ്. So I'm not reducing a mark because you gave a first half right answer. മത്തായിയുടെ സുവിശേഷം അബ്രഹാം മുതൽ മുന്നോട്ടാണ്, കറക്റ്റാണ്, യേശു വരെ. 4 marks for her. I just want to give a chance for Godwin. Yes. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ വംശാവലിയുടെ പ്രത്യേകത എന്താണ്? From it's going descending. എനിക്ക് അസെൻഡിങ് ഡിസെൻഡിങ് യേശു ക്രിസ്തുവിൽ നിന്ന് ആദാമിലോട്ട്. Exactly the right answer. All right? One is ascending and another is descending. All right? So this is descending. Descending. Yes.
4 മാർക്ക് Mr. Godwin Lal. All right? Thanks. Yes. Now, the second question goes to whom? Bijesh. Right? All right. അധർമ്മികളുടെ കൂടെ അവനെ എണ്ണി എന്നുള്ള പുതിയ നിയമത്തിലെ ഉദ്ധരണി പഴയ നിയമത്തിലെ ഏത് പ്രവാചകൻ പ്രവചിച്ചു? യേശുക്രിസ്തുവിനെ കുറിച്ച് അധർമ്മികളുടെ കൂടെ അവനെ എണ്ണി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പഴയ നിയമത്തിലെ ഏത് പ്രവാചകനാണ് പ്രവചിച്ചത്? യെശയ്യാ പ്രവാചകൻ. എക്സാക്ട്ലി റൈറ്റ്. യെശയ്യാ പ്രവാചകനാണ്. 8 marks for ബിജേഷ്. റൈറ്റ്. Now the third question. വളരെ എളുപ്പമാണ്. റൈറ്റ്? യെസ്. ഒരു വലിയ പാരമ്പര്യമുണ്ടല്ലേ? ആ പാരമ്പര്യത്തിന് സാധൂകരിക്കണം. റൈറ്റ്. എവിടെ വെച്ചാണ് പൗലോസിന് മക്കദോനിയൻ ദർശനം ലഭിച്ചത്? ആസിയയിൽ വെച്ച്. അല്ല. While he was in Damascus. I think Damascus. Yes. Damascus. Yes. Damascus. Yes. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. Okay, stop with that. Yes, next chance is for ബ്യൂലേക്ക് അറിഞ്ഞുകൂടാ. ബിജേഷ്? പാസ്. ഗോഡ്വിൻ ലാൽ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 9-ാം വാക്യം എടുത്ത് വായിച്ചാട്ടെ. ത്രോവാസിലെത്തി അവിടെ വെച്ച് രാത്രിയിൽ മക്കദോനിയക്കാരൻ ഒരു പുരുഷൻ അരികെ നിന്ന്. ത്രോവാസിൽ വെച്ച്. ആസിയയിൽ വെച്ചാണോ? അല്ല. അല്ല, ത്രോവാസിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ ബൈബിൾ പരിഭാഷപ്പെടുത്തി എന്നെ കൂടെ തെറ്റിക്കാനുള്ളൊരു പരിശ്രമമാണോ? -1 mark for Godwin Lal. ത്രോവാസിൽ വെച്ചാണ്. So that ends the New Testament round. And let's see the mark. Godwin Lal at 2. Godwin Lal has 2 marks. Bijesh Benny 8. Bijesh Benny 8 marks. And Beulah at 4. And Beulah has 4. Is that right? Yes. Bible Count 2020. ഇവിടെ സന്നദ്ധരായിരിക്കുന്ന എല്ലാവരെക്കാളും പ്രായം കൂടുതൽ എനിക്കാണ്. എന്നാൽ ഇതുപോലൊരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. ഇത് വലിയൊരു സംഗതിയാണ്. കേരളത്തിലുള്ള എല്ലാ തിയോളജിക്കൽ കോളേജും ലോകത്തെ പഠിക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വന്ന് ഒരാഴ്ച താമസിക്കും. ഇത് കേരളത്തിനുള്ള വലിയൊരു സംഭാവന. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ലോകത്തെ മനസ്സിലാക്കുന്നത്. മ്യൂസിയം ഓഫ് ദ വേർഡ്, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020. Now we go to the next round. What is that? Choose and answer round. Please come and choose your questions. Come. Very well. Good. Yes. Go to your seats. ഇനി ഒരുപാട് മാർക്ക് ബാക്കി കിടക്കുന്നു. അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. More than 38 marks ആണ് ഇവിടെ ബാക്കിയുള്ളത് ഒരു റൗണ്ട്. Okay. Choose an answer. Open your envelopes and see what are the questions, what are the numbers you have. For me, 2. Number 1 is Beulah. All right. Automatically? Number 3. Number 3. Very good. Beulah വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ആദ്യമായി സങ്കീർത്തനം രചിച്ചത് ആരാണ്?
എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. ഒരു ഉപചോദ്യം കൂടി. എത്രാമത്തെ സങ്കീർത്തനമാണ് മോശ രചിച്ചത്? പാസ്. സോ ഷീ ഗെറ്റ്സ് 5 മാർക്സ്. ഞാനൊരു ഉപചോദ്യം ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. നൗ who got number 2? Godwin. Yes, Godwin. Can you tell me, ശലോമോൻ എത്ര സദൃശവാക്യങ്ങളാണ് പറഞ്ഞത്? Chapters. ശലോമോൻ എത്ര സദൃശവാക്യങ്ങളാണ് പറഞ്ഞത്? Pass. Pass. Yes, Beulah. No. What about Bijesh? Pass. 3000 സദൃശവാക്യങ്ങൾ പറഞ്ഞു. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 30-ാം വാക്യം. Am I right? സംശയമുണ്ടോ? No, sir. No. Now, the third question. 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്തിന് 3 മാർക്ക്, രണ്ടാമത്തെ ഭാഗത്തിന് 2 മാർക്ക്. റൈറ്റ്. വൾഗേറ്റ് എന്ന ബൈബിൾ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? വൾഗേറ്റ്. Pass. So the next will be clockwise. Bella, pass. Latin. Very good, Godwin Lal, that you get 3 marks. 3 marks. And the second question again to Vijesh, 2 marks question. So, ആരാണ് വൾഗേറ്റ് ലത്തീനിൽ പരിഭാഷപ്പെടുത്തിയത്? മാർട്ടിൻ ലൂതർ കിങ്. മാർട്ടിൻ ലൂതർ കിങ്. മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിൽ നിന്ന് മരിച്ചിട്ട് 10-40 കൊല്ലമായുള്ളൂ. അയാൾ ബൈബിള് വായിക്കുന്നുണ്ടായിരിക്കും, ഒരു സുവിശേഷനായിരുന്നു. പക്ഷേ മാർട്ടിൻ ലൂതർ കിങ് അല്ല. മാർട്ടിൻ ലൂതർ ജർമ്മൻ റിഫോമിസ്റ്റും സ്ഥാപകനുമാണ്. കിങ് തന്നെ തെറ്റിപ്പോയി രണ്ടുപേരും. സോ അത്ര വിദഗ്ധമായൊരു മറുപടിയാണ്. -1 മാർക്ക് ഫോർ ബിജേഷ് ബെനി. നെക്സ്റ്റ് ചാൻസ് ഇസ് ഫോർ ബ്യൂല ജെയ്സൺ. പതിവ് പോലെ തൻ്റെ സഹപാഠിയായ ഗോഡ്വിനായിട്ട് പാസ് ചെയ്തിരിക്കുന്നു. Clement of Alexandria. Clement of Alexandria, -1. Big mark. Jerome. Latin Vulgate is translated by Saint Jerome. ഇവിടെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വലത്തുവശത്ത് സെയിൻറ്റ് ജെറോമിൻ്റെ ചിത്രം ഞാൻ ദേവാലയത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ബൈബിൾ പരിഭാഷകളുടെ പിതാവാണ്. ബേത്ലഹേമിൽ ഡമാസസ് മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിച്ച് 25 വർഷം താമസിച്ച് ബൈബിൾ പരിഭാഷ ലത്തീനിൽ പൂർത്തിയാക്കി. ലാറ്റിൻ വൾഗേറ്റ്. അവിടെ മരിച്ചു. ഓരോ പ്രാവശ്യവും ഞാൻ യെരുശലേമിൽ പോകുമ്പോൾ ബേത്ലഹേമിൽ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ആരംഭിച്ച ആ വലിയ പ്രതിക്രിയയുടെ ശുശ്രൂഷയുടെ ഇങ്ങേയറ്റത്തെ ഒരു പൊടിയാണ് ഞാൻ, ബൈബിൾ പരിഭാഷയുടെ. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോടുള്ള അത്യധികമായ ആദരവുണ്ട്. അന്ന് ഈ സംവിധാനങ്ങളൊന്നുമില്ല. ഇന്ന് എനിക്ക് പരിഭാഷപ്പെടുത്തുവാൻ കമ്പ്യൂട്ടറുകളുണ്ട്. ഏത് ഭാഷയിലെ ഏത് പദവും, ഹീബ്രുവോ ഗ്രീക്കോ ഒക്കെ എനിക്ക് ഒരു നൊടി കൊണ്ട് കിട്ടും. പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂലഭാഷകളിൽ നിന്ന് ആര് പരിഭാഷപ്പെടുത്തി? Jerome. So never go wrong again. All right, very good. That ends the choose an answer round. Will you please give me the scorecard? Godwin gets 2. Godwin made the last attempt and got 2 marks. Very good. Bijesh -1. Bijesh progressing -1. And Beulah 5. Beulah 5. വളരെ വിദഗ്ധമായിട്ട് ഗോഡ്വിൻ ലാലിനെ പാസ് ചെയ്ത് മൈനസിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? 5 marks. Very good. So next we come to the Bible bumper round. So hands on your buzzers. Right? ഒന്ന് പ്രസ് ചെയ്തേ. അത് ബ്യൂലാണ് പ്രസ് ചെയ്തത്. Right. So you know how to do that? Right. Very simple question. Can I begin? Yes. മോശയുടെ പാട്ടിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു?
നോ ആൻസർ. 2 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. റൈറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് 5 മാർക്സ്, 0 ഫോർ ഓൾ. ആൻഡ് നൗ ദ സെക്കൻഡ് പാർട്ട്. ഞാൻ മറുപടി നൽകി കഴിഞ്ഞു. 2 പുസ്തകങ്ങൾ. ഏതെല്ലാം പുസ്തകങ്ങളാണ്? യെസ് മിസ്റ്റർ ഗോഡ്വിൻ ലാൽ. സാം. കുറച്ച് പറയണം. Psalms and Exodus. Psalms and Exodus. 1 big minus mark. ആവർത്തന പുസ്തകവും വെളിപാട് പുസ്തകവും. ഒരു നല്ലൊരു ഊഹമാണ് അല്ലേ? 90-ാം സങ്കീർത്തനം പറഞ്ഞപ്പോൾ അത് തന്നെയാണ് സങ്കീർത്തനം. അതൊരു പാട്ടിൻ്റെ ഒരു ഊഹമാണ്. പക്ഷേങ്കിൽ അതെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആദ്യമേ മോശയുടെ പാട്ട്. ആവർത്തന പുസ്തകം 32. ആവർത്തന പുസ്തകമാണെന്ന് പറയുന്നു. മാർക്കില്ലാത്ത ചോദ്യമാണ്. ഫിനിഷ്. റൈറ്റ്. രണ്ടാമത്തെ ചോദ്യമാണ്. 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്തിന് 5 മാർക്ക്. റൈറ്റ്. പുതിയ നിയമത്തിൽ ത്രിദിന ഉപവാസം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? പുതിയ നിയമത്തിൽ 3 രാവും 3 പകലും ഉപവസിച്ച വ്യക്തി ആരാണ്? യെസ് മിസ്റ്റർ ഗോഡ്വിൻ. പൗലോസ്. യെസ്, പൗലോസ് ശരിയായ ഉത്തരമാണ്. 5 മാർക്സ് ഫോർ ഗോഡ്വിൻ. അദ്ദേഹം ഉപവസിച്ച സ്ഥലത്തിൻ്റെ വിശദാംശങ്ങൾ പറയുക. ഓപ്പൺ ക്വസ്റ്റ്യൻ. പൗലോസ് എവിടെ ഇരുന്നാണ് ഉപവസിച്ചത്? അദ്ദേഹത്തിൻ്റെ അഡ്രസ്. യെസ്, ഗിവ് മി ദ അഡ്രസ്. അനനിയാസ് അവർ കൂടിയിരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ. I asked you his house address. Yes, anybody else? അനന്യാസ്, ദമസ്കോസ്, യെരുശലേം, അതാണ് അഡ്രസ്സ്. ഗോഡ്വിൻ്റെ അഡ്രസ്സ് ചോദിച്ചാൽ തിരുവനന്തപുരം, കൊട്ടാരക്കര ഇതാണ് പറയുന്നത് അല്ല. നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ. ശരിയാണോ? യെസ്, that's address. Right. So he gets +5 marks. രണ്ടാമത്തേത് അനന്യാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മൈനസ് വേണ്ട, പോട്ടെ. ഓൾറൈറ്റ്, ജസ്റ്റ് ടു എൻകറേജ് യു. അതിനകത്ത് പ്രതിഷേധമുണ്ടോ ബ്യൂലയ്ക്ക്? സഹപാഠിക്ക് മൈനസ് മാർക്ക് അതോ കൊടുക്കണം? കൊടുക്കണ്ട. ഓക്കെ, ബ്യൂല പറഞ്ഞതനുസരിച്ച് മൈനസ് മാർക്ക് കൊടുക്കുന്നില്ല. റൈറ്റ്. Bible Count 2020. പിക്കി എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗോത്രമാണ്. കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് പിക്കി ഭാഷയിൽ തിരുവചനം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് ദോംബ്രി ഗോത്രത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾക്ക് അവരുടെ ഭാഷയിൽ ഈ തിരുവചനം ലഭിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഡോംബർ വർഗത്തിൽപ്പെടുന്നവരാണ്. ദോംബ്രി ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവരൊക്കെയും സർക്കസ് കൂടാരങ്ങളിൽ കായികാഭ്യാസികളാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഭാഷ ആരംഭിക്കുവാൻ തക്കോണം ദൈവം മുഖാന്തരം വരും. പലപ്പോഴുമുള്ളൊരു വലിയ പ്രയാസം, ഈ ഗോത്രങ്ങൾക്ക് ലിപിയില്ല. ഇതിലെ ജനങ്ങളെല്ലാം ചിതറിപ്പാർക്കുന്നവരാണ്. കായികാഭ്യാസികളായ സർക്കസ് കൂടാരങ്ങൾ പാർക്കുന്നവരായതുകൊണ്ട് സർക്കസ് കൂടാരങ്ങൾ മാറ്റി മാറ്റി പോകുമ്പോൾ ഇവരെല്ലാം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അങ്ങ് താമസം ആരംഭിക്കും. അപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം വരുന്ന ഈ ഗോത്രം ഛിന്നഭിന്നമായിട്ട് അവരുടെ ഭാഷയും അവരോടൊപ്പം ഛിന്നഭിന്നമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വ്യക്തമായിട്ടുള്ള വ്യാകരണമില്ലാത്തത് കൊണ്ട്, അക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് ഇവരുടെ ഭാഷയ്ക്ക് ഒരു ഏകോപനമില്ല. ഒരേ കാര്യത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പാർക്കുന്നവർ പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നടുവിൽ തിരുവചനത്തിനെ കുറിച്ച് അവർക്ക് അന്തർദാഹമുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിച്ച് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കുരിശെന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഗോത്രഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പെന്തിക്കോസ്ത് എന്ന് പറയുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം
അവരുടെ ഭാഷയിൽ, അവരുടെ ഗോത്രത്തിൽ, അവരുടെ സംസ്കാരത്തിൽ ഇങ്ങനെയൊന്നും അവർ ഇതുവരെയും കേട്ടിട്ടില്ല. കാരണം ഒരു വരി പോലും അച്ചടിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ 9 ഭാഷകളിൽ ബലഹീന എന്നെ ദൈവമെടുത്ത് ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയ അവസ്ഥയിൽ ഈ ഭാഷകളിൽ ആദ്യമായിട്ട് അവർക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ആ വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനും യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനും തക്കതിനുമാണ് അവർ ഇപ്രകാരം ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ട് അവർ അപേക്ഷിച്ചത്. പല സ്ഥലങ്ങളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് എല്ലാവർക്കും സ്വീകാര്യമായ പദങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് നൽകുവാൻ തക്കതിനുവണ്ണം വളരെയധികം പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് മുഖാന്തരമൊരുക്കി ആ ഡോംബർ ഗോത്രത്തിലെ വിശ്വാസികൾക്ക് ഇത് നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം കൃപ ചെയ്തു. ഇന്ത്യയിൽ ഇനിയും 200-ലധികം ഗോത്രങ്ങൾ അറിയുന്നവയും അറിയപ്പെടാത്തവയുമായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സെൻസസിൽപ്പെടാത്ത ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അവിടെയൊക്കെയും വിശ്വാസികളുടെ ചെറിയ സമൂഹങ്ങളുമുണ്ട്. അവർക്കായിട്ട് ദൈവവചനം നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുവാനും അനേകരെ എഴുന്നേൽപ്പിക്കുവാനും സഹായിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. Bible Count 2020. Now we have the rapid reading round. റാപ്പിഡ് റീഡിംഗ് റൗണ്ടിൽ ബൈബിൾ കയ്യിലെടുക്കുക, വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ബെല്ല് കേൾക്കുന്നതുവരെ വായിച്ചുകൊണ്ടിരിക്കണം. ഓൾറൈറ്റ്, ഷാൽ വി ബിഗിൻ? യെസ്. റെഡി? ക്ലോസ് യുവർ ബൈബിൾസ്. എസ്തർ 6:1. ആ രാത്രിയിൽ രാജാവിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അവൻ ദിനവൃത്താന്തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. രാജാവിന്റെ വാതിൽക്കാവൽക്കാരായ ഷണ്ണന്മാരിൽ 2 പേരായ ബിഗ്ദാനെയും തേരിഷും മഹേശ്വരസ് രാജാവിനെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയ വിവരം മോർദെഖായി അറിവ് കൊടുത്തിരിക്കുന്നതായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. അത് വളരെ ശരിയാണ്. 6 മാർക്ക് കൊടുത്താട്ടെ. 6 marks for Beulah Jason. Right? Close your Bibles. ആമോസ് 9-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തിന്റെ ദൃഷ്ടി പാവമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു. ഞാൻ അതിനെ ഭൂതലത്തിൽ നശിപ്പിക്കുമെങ്കിലും ഞാൻ യാക്കോബ് ഗൃഹത്തെ മുഴുവൻ നശിപ്പിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജനതകളുടെ ഇടയിൽ അരിക്കുവാൻ കൽപ്പിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. Answer is very right. 6 more marks for Beulah. And now the last reading. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 15-ാം വാക്യം. അവൻ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി. അവ അനുഗ്രഹിച്ചു നുറുക്കി ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. അതും ശരിയാണ്. 6 മാർക്ക് എടുത്തു, പക്ഷേങ്കിൽ താമസിച്ചു പോയി അല്ലേ? It's a practice. Good. So there we come to the end of the Bible round. And will you please give me the marks for the Bible bumper round? Godwin at 3.5. Godwin has 3.5 marks. Bijesh nil. Bijesh has no marks. And Beulah at 18. Beulah has 18 marks. Right. So now let's go for the total marks card. നാം ഇവിടെ വിജയികൾക്ക് ക്യാഷ് പ്രൈസാണ് നൽകുന്നത്. ഒരു പ്രോത്സാഹനം എന്നാണ്. സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇതിനെ കണക്കാക്കുന്നതെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവ സഹോദരങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്നോണം നാം അവർക്ക്
ക്യാഷ് പ്രൈസാണ് നൽകുന്നത്. 3 പേർക്ക്. നിങ്ങളിൽ 2 പേർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശനമുണ്ട്. 3-ാമത്തെ ആൾക്ക് മാർക്കുകൾ നല്ലതുണ്ടെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട്. റൈറ്റ്? സോ ഐ ഹോപ്പ് ഓൾ ദ 3 കം ടു ദ തേർഡ് റൗണ്ട്. ബിക്കോസ് ഇപ്പോൾ പല കാര്യങ്ങളും പഠിച്ചല്ലേ. ബൈബിൾ എത്രയും വേഗം എടുക്കണം. വ്യൂല കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പേജൊന്നും ബൈബിളിൻ്റെ താളൊന്നും കീറിയിട്ടില്ലല്ലോ. ഞാൻ പരിശോധിക്കും, അതിൽ മൈനസ് മാർക്ക് വീട്ടിൽ വരും. റൈറ്റ്? ആവേശത്തിൽ ബൈബിളിൻ്റെ താള് പിടിച്ചത് വളരെ ലളിതമായ കടലാസാണ്. ഓൾറൈറ്റ്. സോ ഷാൽ വി ഗോ ഫോർ ദ മാർക്സ്? ബ്യൂല 33 marks. Bijesh 17 marks. Godwin 9.5 marks. As I told you, don't be disappointed. Godwin still has a chance to come to the next round. We have to select you and you should come. Right? So, that's a very good show. Now, will you please come for the prizes? It's just to encourage you. Yes, Beulah, first prize. Congratulations. Thank you. Second prize goes to Engineer Bijesh. Please come. Are you happy? Yes, most. Thank you. Yes, Godwin. Don't be disappointed. You'll get a chance. All the best. Thank you. ആവേശജനകമായ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020 ദൈവവചനത്തിന്റെ നാനാതലങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന ബൈബിൾ ക്രൗൺ 2020 പ്രേക്ഷകരെ ദൈവാനുഭവങ്ങളാൽ പ്രശോഭിതമാക്കട്ടെ. ഡോക്ടർ ലെനോഡ് ഈശോ, ഡോക്ടർ എലിസബത്ത് ലെനോഡ്, ജോഷ്, ജോയൻ, ജോസ്ലിൻ ആൻഡ് ജോയാക്കിം. ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു.